കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും അതെല്ലാം മനസ്സിൽ വെച്ച് നടന്ന് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടി ഭംഗം വരുത്തണ്ട. ചടങ്ങുകളെല്ലാം അതിന്റെ നിറവോടുകൂടി തന്നെ നടക്കണം. അതിപ്പോ നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യം കൂടി അത്. സച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മാഷേ, ഭൂമിയോളം ക്ഷമിച്ചിട്ടായാലും ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ചില നേരത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സ് കൈവിട്ടു പോവാ. സത്യം പറഞ്ഞാൽ ഇതൊന്നും വേണ്ടാന്ന് പോലും ചില സമയത്ത് തോന്നിപ്പോവും. ആ സ്ത്രീ ചെയ്ത ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോ എല്ലാം ഇവിടെ വെച്ച് നിർത്തിയാലെന്ന് പോലും വിചാരിച്ചു പോവാ. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കില്ലെന്നുള്ളത് ഒരു പരമസത്യമാ. സുശീലയും കൂടെയുള്ള ചിലരും അത് തെളിയിച്ചോണ്ടിരിക്കുക. അതൊന്നും ഇനി ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഗോകുൽ. എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തതിന്റെ പിഴവ് നമ്മുടെ ഭാഗത്തുണ്ട്. എന്നാൽ സത്യന്റെ കാര്യത്തിൽ അതൊരു പിഴവായിട്ട് നമുക്ക് കാണാനും പറ്റില്ല. അവൻ നമ്മുടെ കുടുംബത്തിന് ചേർന്നൊരു പയ്യനാ. അതുകൊണ്ട് ഈ കല്യാണം ഒന്ന് കഴിയുന്നത് വരെയെങ്കിലും അവന്റെ അമ്മയെ നമുക്ക് സഹിച്ചല്ലേ പറ്റൂ. അത് ശരിയാ മാഷേ, തൊണ്ടയെപ്പഴുത്ത് ഇറക്കാനല്ലേ പറ്റൂ. ഞങ്ങളെന്നാ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ശരി, മാഷ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ആയിക്കോട്ടെ. എല്ലാ കാര്യങ്ങളും ഇനിയെങ്കിലും നല്ല രീതിയിൽ കലാശിക്കുന്നുള്ളൊരു വിശ്വാസത്തില് നമുക്ക് മുമ്പോട്ട് പോവാം. ഒരു ദോഷവും വരില്ല. ശരി മാഷേ, ഞങ്ങളങ്ങ് ചെയ്യട്ടെ. ശരി മാഷേ. അച്ഛാ, നമുക്ക് അവിടെ പോണ്ടേ? വിനയനാണല്ലോ അത്. എന്താ അവനോട് തനിച്ചിരിക്കുന്നത്? വിനയ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഭക്ഷണം കഴിക്കുന്നിടത്തൊന്നും കണ്ടില്ലല്ലോ. ഉച്ചയ്ക്ക് നീ വല്ലതും കഴിച്ചിരുന്നോ? ഞാൻ പുറത്തുപോയി കഴിച്ചിട്ട് വന്നച്ചാ. അതെന്താ, ഇവിടെ ഭക്ഷണം ഉണ്ടായിരുന്നല്ലോ. നീ ക്ഷണിച്ചിട്ട് വന്നല്ലേ ഇവിടെ, പിന്നെന്താ ഇവിടുന്ന് കഴിച്ചാല്? അത് കുഴപ്പമില്ല അച്ഛാ. എന്നെ കാണുമ്പോ സുശീല ആന്റിയെ പോലുള്ളവർ അതും ഇതൊക്കെ പറയും. അത് പിന്നെ ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാവും. പിന്നെ ചിലരെയൊക്കെ ഫേസ് ചെയ്യാൻ എനിക്കും ചെറിയ മടിയുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കണം വിനയ. നീ ഇപ്പൊ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും നിനക്ക് തല ഉയർത്തി തന്നെ നിൽക്കാം. മുഖം കൊടുക്കാതെ മാറി നിൽക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഭീരുവും വിലയില്ലാത്തവനൊക്കെയായി മാറുന്നത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാച്ചാ. പിന്നെ അച്ഛനെ കണ്ട ശേഷം ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അപ്പോഴാ ദാസാർ രഘുവേട്ടനും എന്നെ കാണാമെന്ന് പറഞ്ഞ് വിളിച്ചത്. അവർ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ആണോ? ആ. നിങ്ങൾ എന്തിനാ ഞാനില്ലാത്തപ്പോ എന്റെ മക്കൾക്ക് ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തത്? ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളെ കാണാൻ വരരുതെന്ന്. മോളെ ചിരു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആരെങ്കിലും കേട്ടാലോ? ആളുകളെ പേടിച്ച് ഞാൻ പ്രതികരിക്കില്ലെന്നറിയാം. അതാ ഇവിടെ വന്ന് എന്റെ മക്കളെ സ്വാധീനിക്കാൻ നോക്കുന്നത്. ഞാൻ ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ സരോജിനി ആന്റി ഭദ്രമോളെ എടുത്ത് ആ ജനലിനടുത്ത് നിൽക്കുന്നതാണ്. മക്കള് രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ കയ്യിൽ ചോക്ലേറ്റ് കൊടുത്താൽ കരച്ചിൽ നിർത്തുമെന്ന് തോന്നി. അതാ പെട്ടെന്ന് ഓടിപ്പോയി ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തത്. ഇതൊക്കെ കുട്ടികളോട് സ്നേഹമുള്ള ആരും ചെയ്യുന്നതല്ലേ മോളെ? വിനയൻ അവരുടെ അച്ഛനും കൂടിയല്ലേ? അച്ഛൻ വലിയ ഓസ്കാർ അഭിനയം കാഴ്ചവെച്ച എല്ലാവരുടെയും വിശ്വാസം പിടിച്ചുപറ്റി എന്നെ എന്റെ മക്കളെയും വീണ്ടും പടുകുഴിയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ഇത്. അച്ഛനെ പോലും ഞാൻ പറയുന്ന മാത്രം മനസ്സിലാവുന്നില്ല. മക്കൾക്ക് ചോക്ലേറ്റ് കൊടുത്തതിൽ പോലും ഒരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടച്ചാ. അതുകൊണ്ടാണ് ഞാനിത് തിരിച്ചു കൊടുക്കാൻ വന്നത്. മക്കളുടെ കാര്യത്തിലെങ്കിലും ദയവ് ചെയ്ത് നീ ഇങ്ങനെ പറയല്ലേ ചെയ്തു. പണ്ടൊക്കെ ഞാൻ അവരെ അവഗണിച്ചെങ്കിലും ഇപ്പൊ അവരെന്റെ ജീവനാണ്. എന്നെങ്കിലും അവരുടെ വായിൽ നിന്ന് അച്ഛാന്നുള്ള വിളി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോ ജീവിക്കുന്നത് പോലും. കേട്ടില്ലേ അച്ഛാ? കേട്ടില്ലേ?
നെഞ്ചുരുകിയുള്ള ഈ വാക്ക് കേട്ടാ ആരായാലും കഴിഞ്ഞതൊക്കെ മറക്കാൻ തയ്യാറാവും. മറന്നു കഴിഞ്ഞു എല്ലാവരും. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഞാനാ കഠിന ഹൃദയ, കരിങ്കല്ലിന്റെ മനസ്സുള്ളവള്. അതങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. പെൺകുഞ്ഞുങ്ങളായി പോയതിന്റെ പേരില് എന്റെ മക്കളെ തിരിഞ്ഞു നോക്കാതിരുന്ന മനുഷ്യൻ ഇപ്പൊ കുറെ ചോക്ലേറ്റുമായി വന്ന് അവരുടെ അച്ഛന്നുള്ള വിളി കേൾക്കണമെന്ന് പറഞ്ഞ ഞാനത് വിശ്വസിക്കുന്നു കരുതുന്നുണ്ടോ? അച്ഛനെവിടെ നിൽക്കുന്നോണ്ടാ, അല്ലെങ്കിൽ ഞാനിത് ഇയാളുടെ മുഖത്ത് എറിഞ്ഞു കൊടുക്കുമായിരുന്നു. ഇനി ഞാനിത് എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറ. നീ വിഷമിക്കേണ്ട മനുവിനെ. ചീരുവിന്റെ മനസ്സിപ്പോ ആർത്ത് പെയ്തോണ്ടിരിക്കുക. പെയ്തൊഴിയട്ടെ. അതിനുശേഷം ഒരു ശാന്തതയുണ്ടാവും. അതുവരെ എന്തും സഹിച്ച് കാത്തിരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ചീരുവും മക്കളും നിന്റേത് തന്നെയായി തീരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മതി അച്ഛ, എനിക്കത് മതി. ഞാൻ കാത്തിരുന്നോളാം. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നോളാം.